Today's topic is Schmidt orthogonalization procedure. അതിനെ നമ്മൾ ചുരുക്കത്തിൽ പറയും GS procedure എന്നും കൂടി പറയും. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് GS procedure എന്നാണ് ഇനിയിപ്പോൾ തുടക്കത്തിൽ പറയാൻ പോകുന്നത്. കൺസിഡർ M എനർജി സിഗ്നൽ. അതായത് നമ്മൾ ഒരു സെറ്റ് ഓഫ് എനർജി സിഗ്നൽ കൺസിഡർ ചെയ്യാണ് S1 ഓഫ് ടി, S2 ഓഫ് ടി, S3 ഓഫ് ടി, എക്സെട്ര M of t. M number of energy signal consider ചെയ്യാം. M number energy signal. ഈ Schmidt procedure യൂസ് ചെയ്തിട്ട് നമുക്ക് n ഓർത്തോനോർമൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഓർത്തോനോർമൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ M എനർജി സിഗ്നൽ ഓരോ എനർജി സിഗ്നലിനെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനും പറ്റും. ഇപ്പോൾ GS procedure യൂസ് ചെയ്തിട്ട് by using this GS procedure it allows us to determine a finite set of orthonormal function such that each SI of t എന്ന് പറഞ്ഞാൽ S1 ഓഫ് ടിയും S2 ഓഫ് ടിയും S3 ഓഫ് ടിയും അങ്ങനെ M നമ്പർ ഓഫ് എനർജി സിഗ്നലിനെയും നമുക്ക് ഇപ്പോൾ കണ്ടുപിടിച്ച ഈ ഓർത്തോനോർമൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് Schmidt ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ S1 ഓഫ് ടീനെ നമ്മളിപ്പോൾ ഇത് എഴുതി വയ്ക്കുകയാണ്. എഴുതി വെച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് 5 ഓഫ് ടി ഓരോ ടേംസും കണ്ടുപിടിക്കും. അതാണ് ആ പ്രൊസീജിയർ. അപ്പോൾ നമ്മളിവിടെ S1 ഓഫ് ടി, S11 5 ഓഫ് ടി പ്ലസ് S12 5 ഓഫ് ടി പ്ലസ് എക്സെട്ര S1n 5n ഓഫ് ടി, അതേപോലെ S2 ഓഫ് ടി അതേപോലെ തന്നെ നമ്മൾ എഴുതി S21 5 ഓഫ് ടി പ്ലസ് S22 5 ഓഫ് ടി പ്ലസ് എക്സെട്ര S2n 5n ഓഫ് ടി, S3 ഓഫ് ടി അതേ പ്രൊസീജിയറിൽ തന്നെ എഴുതി. അതേപോലെ നമ്മൾ ജനറലായിട്ട് SM ഓഫ് ടി ഈക്വൽ ടു SM1 5 ഓഫ് ടി പ്ലസ് SM2 5 ഓഫ് ടി പ്ലസ് എക്സെട്ര SMn 5n ഓഫ് ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയ ഈ 4 ഇക്വേഷൻസിനെ 1 2 3 4 എന്ന് നമുക്ക് ഫോർ ഫർദർ ഡെറിവേഷൻ ഓർ അനാലിസിസ് നമ്മൾ നെയിം ചെയ്തിട്ടു. ഇതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ 5 ഓഫ് ടി 5 ഓഫ് ടി എക്സെട്ര 5n ഓഫ് ടി എന്ന് പറഞ്ഞാൽ n ഓർത്തോനോർമൽ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത് ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദിസ് പ്രൊസീജിയർ. ഇനി നമുക്കിപ്പോൾ എഴുതിയ ഇക്വേഷന് ജനറലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്മയുടെ രൂപത്തിലേക്ക് എഴുതാം. സിഗ്മയുടെ ടേംസ് ആയിട്ട് എഴുതാം. SI ഓഫ് ടി ഈസ് ഈക്വൽ ടു സിഗ്മ j ഈക്വൽ ടു 1 to n Sij 5j ഓഫ് ടി. ഇതിൽ ഐക്ക് 1 ഇട്ട് കൊടുത്താൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ S1 ഓഫ് ടി കിട്ടും. ഇഫ് I ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടേം കിട്ടും. I ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. I ഈക്വൽ ടു M എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ ഇപ്പോൾ എഴുതിയ നമ്മൾ 1 2 3 എന്ന് എഴുതിയ 3 ടേംസ് ഇക്വേഷനെ നമ്മൾ ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ 1 2 3 എന്ന് എഴുതിയ ആ ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്കിതിനെ ജനറലായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതവിടെ നമ്മൾ പറഞ്ഞിട്ടു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് അറിയണം. അപ്പോൾ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺസിഡർ ഇഫ് 5 ഓഫ് ടി ആൻഡ് 5 ഓഫ് ടി ആർ ദി ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ടി 5 ഓഫ് ടി 5 ഓഫ് ടി ഡി ടി ഈക്വൽ ടു 1 ആയിരിക്കും ഇഫ് I ഈസ് ഈക്വൽ ടു ജെ ആണെങ്കിൽ. ഇഫ് I ഈസ് നോട്ട് ഈക്വൽ ടു ജെ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇക്വേഷൻ ഷുഡ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്തോഗണൽ നോർമൽ ബേസിസ് ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ 5 ഓഫ് ടി ആൻഡ് 5 ഓഫ് ടി ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 5 ഓഫ് ടി ആൻഡ് 5 ഓഫ് ടി ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ദിസ് കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. അതായത് ഇപ്പോൾ ഇൻ്റഗ്രൽ 5 ഓഫ് ടി ഇൻറ്റു 5 ഓഫ് ടി ഡി ടി ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. 5 ഓഫ് ടി ഇൻറ്റു 5 ഓഫ് ടി ജനറൽ ഇക്വേഷൻ ആണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഈ ടേംസ് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇത് രണ്ടും ഈ സബ്സ്ക്രിപ്റ്റ് രണ്ടും നോട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആണെങ്കിൽ ദിസ് വാല്യൂ വിൽ ബി 0.
അത് എല്ലാ ഫംഗ്ഷനും ബാധകമല്ല. ഇഫ് S1 φ1 ഓഫ് ടി ആൻഡ് φ2 ഓഫ് ടി ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇനി നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്പ് പറഞ്ഞ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ φ1 ഓഫ് ടി ആൻഡ് φ2 ഓഫ് ടി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് 1, നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ 1ൽ എല്ലാ കോയിഫിഷ്യൻസും 0 ആക്കി സെറ്റ് ചെയ്യാം. അതായത് ഈ കോയിഫിഷ്യൻ്റ് ഒഴിച്ച്, അതായത് S11 ഒഴിച്ച് ബാക്കിയുള്ള കോയിഫിഷ്യൻസ്, ഇതിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം യൂസ് അല്ലെങ്കിൽ ഈ S11 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോയിഫിഷ്യൻസിനും 0 ആക്കുക. അതായത് S12, ഇനി അടുത്ത ടേം വരാൻ പോകുന്ന S13, S1n ഇതെല്ലാം 0 ആക്കി കൺസിഡർ ചെയ്യുക, എക്സെപ്റ്റ് S11. അപ്പോൾ ഇക്വേഷൻ എന്താവും? ഈ കോയിഫിഷ്യൻറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഈ ടേം ഉണ്ടാവില്ല, ഈ കോയിഫിഷ്യൻറ്റ് 0 ആണെങ്കിൽ ഈ ടേം ഉണ്ടാവില്ല. സോ S1 ഓഫ് ടി ഈസ് ഈക്വൽ ടു S11 φ1 ഓഫ് ടി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ after applying this assumption, we will be having S1 of t is equal to S11 φ1 of t. അതിൽ നിന്ന് φ1 of t കണ്ടുപിടിക്കുക. അതായത് φ1 of t is equal to S1 of t divided by S11. That will be the value of φ1 of t. ഇനി നമുക്ക് ഈ കോയിഫിഷ്യൻറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. S11 എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക, അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ φ1 സ്ക്വയർ ഓഫ് ടി ഡി ടി, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണം, സ്ക്വയർ ചെയ്യാൻ വേണം ഓൺ ബോത്ത് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ 6. സോ ഇൻ്റഗ്രൽ φ1 സ്ക്വയർ ഓഫ് ടി ഡി ടി ഇൻ്റഗ്രൽ S1 ഓഫ് ടി ബൈ S11 സ്ക്വയർ S1 സ്ക്വയർ ഓഫ് ടി ബൈ S11 സ്ക്വയർ ഡി ടി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു ഇൻ്റഗ്രൽ φ1 ഓഫ് ടി ഇൻറ്റു φ1 ഓഫ് ടി ഡി ടിയുടെ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. സോ ദിസ് വാല്യൂ വിൽ ബി 1. സോ ഇക്വേഷൻ 7 ബിക്കം 1 ഈക്വൽ ടു ദിസ് ടേം, 1 ഈക്വൽ ടു ദിസ് ടേം. So obviously from this equation we can find out S11 square. S11 square is equal to integral S1 square of t dt. Generalize ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ S11 equal to, generalize ചെയ്യല, from this equation, from the above equation we can write S11 is equal to integral 0 to t S1 square of t dt whole raised to 1 by 2. So after this first step we could find out the value for φ1 of t as well as S11. ഇതാണ് സ്റ്റെപ്പ് 1ൽ ചെയ്യുക. ഇനി സ്റ്റെപ്പ് 2ൽ, ഈ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം ഒരു കണക്ഷൻ ഉള്ളതാണ്. കാരണം സ്റ്റെപ്പ് 1ൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ സ്റ്റെപ്പ് 2ലും ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 1ൽ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിരുന്നു. ഈ ഇക്വേഷനിൽ ഈ ടേം ഒഴിച്ച് ബാക്കിയെല്ലാം, അല്ലെങ്കിൽ ആ ഫസ്റ്റ് കോയിഫിഷ്യൻ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആക്കിയിരുന്നു. അതുപോലെ തന്നെ സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് S21ഉം S22ഉം ഒഴിച്ച് ബാക്കി എല്ലാ കോയിഫിഷ്യൻസും 0 ആക്കുകയാണ്. സോ ആഫ്റ്റർ അപ്ലൈയിങ് ദി അസംഷൻ S2 of t will be equal to S21 φ1 of t plus S22 φ2 of t. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു ടേം ഒഴിച്ച് ബാക്കി എല്ലാ ടേമിനും 0 ആക്കി. സ്റ്റെപ്പ് 2 വന്നപ്പോൾ ആദ്യത്തെ 2 ടേം ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആക്കി അസ്യൂം ചെയ്തു. സോ വിൽ ബി ഗെറ്റിംഗ് ഇക്വേഷൻ 9 ലൈക്ക് ദിസ്. ഇനി നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോയിഫിഷ്യൻസും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ രണ്ട് സൈഡിലും φ1 of t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ ഇക്വേഷൻ 9 വിൽ ബി ലൈക്ക് ദിസ്. ഇക്വേഷൻ 9നെ രണ്ട് സൈഡിലും, ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും φ1 of t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇൻ്റഗ്രേറ്റ്. സോ ഇക്വേഷൻ വിൽ ബി ഇൻ്റഗ്രൽ S1 of t φ1 of t dt equal to integral S21 φ1 of t into φ1 of t dt plus S22 φ2 of t into φ1 of t dt. നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ φ1 of t into φ1 of t ഉണ്ട്. സോ φ1 സ്ക്വയർ ഓഫ് ടി ഡി ടി വരും. ഇൻ്റഗ്രൽ φ1 സ്ക്വയർ ഓഫ് ടി ഡി ടിയുടെ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. സോ
ആഫ്റ്റർ അപ്ലൈയിങ് ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. അതായത് 5(1)(t) ഇൻറ്റു 5(1)(t), 5(1)² ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇതിൽ ഈ വാല്യൂ വിൽ ബി 1. സോ ഇൻ്റഗ്രൽ S21ഉം ഈ S22 ഇങ്ങനെയുള്ള കോഎഫിഷ്യൻസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്കിതിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 5(1)² dt വാല്യൂ 1 ആയിരിക്കും. സോ ആഫ്റ്റർ അപ്ലൈയിങ് ദിസ് ഓൾ കണ്ടീഷൻ വി വിൽ ബി ഗെറ്റിംഗ് S2 5(1)t dt ഈക്വൽ ടു ഈ ഇൻ്റഗ്രൽ 5(1)² dt എന്ന് പറയുന്ന വാല്യൂ 1 ആണ്. സോ ഇവിടെ S21 ഉണ്ടാവുള്ളൂ. അതുപോലെ ഓർത്തോ നോർമൽ ബേസിസ് ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ 5(1)t ഇൻറ്റു 5(2)t സബ്സ്ക്രിപ്റ്റ് രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ if I is not equal to j ആണെങ്കിൽ that value will be equal to 0 എന്ന് പറഞ്ഞു. So this entire term will become 0. നമുക്ക് രണ്ട് കണ്ടീഷനാണ് അറിയാവുന്നത്. ഒന്ന് 5(1)² dt is equal to 1 ആകും. വേറൊന്ന് 5(1)t ഇൻറ്റു 5(2)t dt ആണെങ്കിൽ that will be equal to 0 ആകും. ഈ രണ്ട് കണ്ടീഷനും നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഈ വാല്യൂ 1 ആവും, ഈ വാല്യൂ 0 ആകും. സോ ദിസ് എൻറ്റയർ ടേം വിൽ ബിക്കം 0. സോ ആഫ്റ്റർ അപ്ലൈയിങ് ദിസ് കണ്ടീഷൻ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. അതിൽ നിന്ന് നമുക്ക് S21 കിട്ടും. S21 is equal to integral 0 to t S2 5(1)t dt. ദെൻ നമുക്കിനി അടുത്ത കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കേണ്ടത് S22 ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ 9ൽ നിന്ന് ഇക്വേഷൻ 9 ഇതാണ്. ഇക്വേഷൻ 9ൽ നിന്ന് S22 5(2)t കണ്ടുപിടിക്കുക. അതായത് ഈ ഇക്വേഷനിൽ നിന്ന് S22 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ S22 5(2)t നിർത്തി ബാക്കിയുള്ള ഈ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താകും S2 മൈനസ് S21 5(1)t. ഇക്വേഷൻ 9ൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോഎഫിഷ്യൻസ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ S21 കണ്ടുപിടിച്ചു, 5(1) നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് S22ഉം 5(2) ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ ടേമിന് ഇവിടെ നിർത്തിയിട്ട് ഈ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ നമുക്ക് S22 5(2)t ഈക്വൽ ടു S2 മൈനസ് S21 5(1)t എന്ന് കിട്ടും. ഇനി നമുക്ക് S22 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിനെയും സ്ക്വയർ ചെയ്യുക ആൻഡ് ഇൻ്റഗ്രേറ്റ്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അഗെയിൻ ഇവിടെ ഒരു 5(2)² dt വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. സോ S22² ഇസ് ഈക്വൽ ടു ദിസ് ടേം. S22² ഇതാണെങ്കിൽ S22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ റൈസ് ടു 1/2. സോ ലൈക്ക് ദിസ് വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ഓഫ് S22. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു റിക്വയർമെൻറ്റും കൂടി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പം നമ്മൾ എഴുതിയ സെയിം ഇക്വേഷനിൽ നിന്ന് 5(1)t എടുത്തെഴുതാം. നമുക്കിനി 5(2)t എഴുതാം. നമ്മൾ പറഞ്ഞു S21 കണ്ടുപിടിച്ചിട്ടുണ്ട്, 5(1) കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മൾ S22 കണ്ടു. ഇനി 5(2)t കണ്ടുപിടിക്കുക. 5(2)t കണ്ടുപിടിക്കണമെങ്കിൽ 5(2)t ഈക്വൽ ടു ദിസ് ടേം ഹോൾ ഡിവൈഡഡ് ബൈ ദിസ് S22. So 5(2)t is equal to 1 by S11 S2 minus S21 5(1)t. 5(2)t is equal to 5(2)t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 1 by S2 minus S21 5(1)t whole divided by S22. ഇനി നമ്മൾ സ്റ്റെപ്പ് 1 യൂസ് ചെയ്ത് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 5(1)t എന്താണെന്നുള്ളത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദീസ് ഓൾ സ്റ്റെപ്പ് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷനിലുള്ള നമ്മൾ S21 കണ്ടുപിടിച്ചു, 5(1)t സ്റ്റെപ്പ് 1ൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, S22 സ്റ്റെപ്പ് 2ൽ കണ്ടുപിടിച്ചു, 5(2)ഉം സ്റ്റെപ്പ് 2ൽ കണ്ടുപിടിച്ചു. ഇത്രയും കോഎഫിഷ്യൻസും ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ പറ്റി. അതായത് ആഫ്റ്റർ ദിസ് സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2 നമ്മൾ കണ്ടുപിടിച്ചത് 5(1)t കണ്ടുപിടിച്ചിട്ടുണ്ട്, 5(2)t കണ്ടുപിടിച്ചു, S11 കണ്ടുപിടിച്ചു, S21 കണ്ടുപിടിച്ചു, S22 കണ്ടുപിടിച്ചു. സോ ആഫ്റ്റർ ഫൈൻഡിങ് ഓൾ ദിസ് വാല്യൂ വി ക്യാൻ റൈറ്റ് S1(t) ആൻഡ് S2(t as the linear combination of
ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ഫൈ 1 ഓഫ് ടി ആൻഡ് ഫൈ 2 ഓഫ് ടി. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പുകൾ കണ്ടിന്യൂ ചെയ്യുന്നതിൽ കൂടെ, അതായത് സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഹയർ ആയിട്ട് കണ്ടുപിടിക്കുന്നതിൽ കൂടെ നമുക്ക് ഓരോരോ ടേംസ് കണ്ടുപിടിക്കാൻ പറ്റും ഇതേ സെയിം പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട്. ദിസ് പ്രൊസീജിയർ ഇസ് നോൺ as GS procedure or Gram-Schmidt orthogonalization procedure. Thank you.